Data representation and Boolean algebra. Computer handle different types of data items such as numbers, characters, images, videos, sounds, etc. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സായിട്ട് കൊടുക്കാറുണ്ട്, ക്യാരക്ടറായിട്ട് കൊടുക്കാറുണ്ട്, ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന ഇൻപുട്സ് എല്ലാം കമ്പ്യൂട്ടർ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ, ഒന്ന് ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് സ്റ്റേറ്റിൽ വരുന്ന കേസിൽ ഡേറ്റാസ് കിട്ടിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈനറി ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആണ്. സോ ഫസ്റ്റ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് ബൈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഡേറ്റാസ് കൊടുക്കുന്നതാണ്. നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ നമ്പേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ നമ്പർ സിസ്റ്റം ഹാസ് എ യൂണിക് ബേസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് സിമ്പിൾസ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യുണീക്ക് ബേസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിന് ഡിഫൈൻ ചെയ്യുന്നത്. ആ യുണീക്ക് ബേസ് എന്ന് പറയുന്നത് എത്ര സിമ്പിൾസ്, നമ്പർ ഓഫ് സിമ്പിൾസ് അവിടെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവിടുത്തെ ബേസ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കാൾഡ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് സിമ്പിൾസിനെയാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നതിൽ നമ്പർ സിസ്റ്റത്തിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിക്കുന്നുണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഫസ്റ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്സ് 0 to 9 വരെയുള്ള ഡിജിറ്റ്സ്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്? അത് 0 തൊട്ട് 9 വരെ 10 ഡിജിറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ 10 സിമ്പിൾസ് എന്ന് പറയും. ഇവിടെ 10 സിമ്പിൾസ് ആയതുകൊണ്ട് അവിടുത്തെ ബേസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം ഈസ് കാൾഡ് ബേസ്. ഇവിടെ 10 സിമ്പിൾസ് യൂസ് ചെയ്തതുകൊണ്ട് അവിടുത്തെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബേസ്ഡ് ഓൺ നമ്പർ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ വേറൊരു നെയിം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ സിസ്റ്റമാണ്. റീസൺ എന്താണ്? അവിടെ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് 10 ഉണ്ട്. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് പറയും. നമ്മൾ കൺവേർഷൻ പഠിക്കാനുണ്ട്. 247 ഇതൊരു ഡെസിമൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് നമ്മൾ പറയപ്പോൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് പറയപ്പോൾ എത്ര വാല്യൂ വരുന്നത്? 247 നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണ്? 2 എന്ന് പറയുന്നത് 7 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസ്, 4 എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ്, 2 എന്ന് പറഞ്ഞാൽ 100 പ്ലേസ്. അപ്പോൾ ഇവിടെ ബേസ് 10 ആയതുകൊണ്ട് നമുക്കതിൻ്റെ പൊസിഷൻ വാല്യൂ ആദ്യം ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ 10⁻0, 10⁻1, 10⁻2 ഈ പൊസിഷൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ 247 എഴുതുന്നത്. നമ്മൾ സാധാരണ മാത്സിലൊക്കെ പഠിക്കുന്ന 247 എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 100 പ്ലേസിൽ 2 × 100 പ്ലസ് 4 ഇൻറ്റു അത് ടെൻസ് പ്ലേസിൽ 4 × 10 പ്ലസ് 7 ഈസ് ഇൻ യൂണിറ്റ് പ്ലേസ്, സോ 7 × 1. ഇവിടെ അതേ കേസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 7ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10⁻0, 10⁻1, 10⁻2, 100 എന്ന് പറഞ്ഞാൽ 10² അല്ലെങ്കിൽ 10⁻2. അപ്പോൾ അതേപോലെയാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യപ്പോഴാണ് നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 247 എന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ബേസ് 10 ആണ് നമ്മളിവിടെ കൊടുക്കും. ഇനി ഇവിടെ ഡെസിമൽ വാല്യൂസ് കൊണ്ട് വരുന്നത്, ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഫ്രാക്ഷണൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. 249.367 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പൊസിഷൻ വാല്യൂ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടം വരെ നമ്മൾ യൂണിറ്റ് പ്ലേസാണ് പറഞ്ഞത്. പിന്നെ അത് അങ്ങോട്ട് പോകുന്ന ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ പ്ലേസ് ആണെങ്കിൽ ഇവിടുത്തെ പ്ലേസ് എന്ന് പറഞ്ഞാൽ 10⁻1, 10⁻2, 10⁻3 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നെഗറ്റീവ് പവേഴ്സ് കൂടി പോകും. ഇവിടെ നിന്ന് 0, 10⁻1, 10⁻2 അങ്ങനെയാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലൈ പൊസിഷൻ വാല്യൂസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 10⁻0, 4 × 10⁻1, 2 × 10⁻2. ഇവിടെ നമ്മൾ കുറച്ച് വാല്യൂസ് നമുക്കറിയാം. ഇവിടെ 3 × 10⁻1, 6 × 10⁻2, 7 × 10⁻3 ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 സിമ്പിൾസ്. ബൈനറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് 2 സിമ്പിൾസ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ 0 and 1. ഇവിടുത്തെ സിമ്പിൾസ് 0 and 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബേസ് 2 നമ്പർ സിസ്റ്റം എന്നാണ് ഇതിനറിയപ്പെടുന്നത്.
ഇവിടെ ബൈനറി നമ്പേഴ്സ് എപ്പോഴും 1 and 0s ഫോമിലാണ് എഴുതുന്നത്. 1101 ബേസ് 2 ഇത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബൈനറി ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തിരിച്ചും കൺവേർഷൻ പഠിക്കുന്നുണ്ട്. ഇവിടെ ഈച്ച് ബിറ്റ് ഓഫ് എ ബൈനറി നമ്പർ, ഇതിലെ ഓരോ ഡിജിറ്റ്സിനെ നമ്മൾ ബിറ്റ്സ് എന്നാണ് പറയുന്നത്. ഈച്ച് ഡിജിറ്റ്സ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൾഡ് ബിറ്റ്. വാട്ട് ഈസ് ബിറ്റ്? ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൾഡ് എ ബിറ്റ്. എ ബിറ്റ് സ്റ്റാൻഡ് ഫോർ ബൈനറി ഡിജിറ്റ്. അപ്പോൾ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഹിയർ പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ബൈനറി ഡിജിറ്റ് ഈസ് പവർ ഓഫ് 2. നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പവർ ഓഫ് 10 പറഞ്ഞെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം അപ്പോൾ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 2-ലായിരിക്കും പറയുന്നത്. എക്സ്പാൻഡിങ് 110122 ടു ഡെസിമൽ ഫോം. ഇത് നമുക്ക് ഡെസിമൽ ഫോമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം. ഈ തന്നിരിക്കുന്നത് ബൈനറി നമ്പർ ആണെന്ന് അറിയാനാണ് ഇവിടുത്തെ ബേസ് വാല്യൂ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. 1101 നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്, 10s പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ് പറയുന്ന പോലെ ഇവിടുത്തെ പ്ലേസ് വാല്യൂ 2ൻ്റെ പവറിൽ വേണം പറയാം. 2^0, 2^1, 2^2, 2^3. ഇവിടെ ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം കണ്ടുപിടിക്കാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ പൊസിഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1 × 2 ക്യൂബ് പ്ലസ് 1 × 2 സ്ക്വയർ പ്ലസ് 0 × 2^1 പ്ലസ് 1 × 2^0. 1 × 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ എന്നാണ്. 2 × 2 × 2 is 8, 2 square is 4, 2^1 is 2. Any number raised to 0, a raised to 0 is 1. So any number raised to 0 is 2 raised to 0 is 1. 1 × 1, 1. So 8 plus 4 plus 0 plus 1 is 13. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റത്തിലും ഡെസിമൽ പോയിൻറ്റ്സ് വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അവിടെ 10⁻⁻1, 10⁻², പറഞ്ഞ പോലെ ബൈനറി നമ്പർ സിസ്റ്റം ആകുമ്പോൾ ഇവിടെ 2⁻⁻1, 2⁻², 2⁻³ ആണ് അവിടുത്തെ പൊസിഷൻ വാല്യൂസ് പോകുന്നത്. ഇനി നമ്മൾ ഇതിനെ തിരിച്ച് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 1 × 2 സ്ക്വയർ, 1 × 2^1, അതായത് പൊസിഷൻ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2^0 പ്ലസ് 0 × 2^-1 പ്ലസ് 1 × 2^-2 പ്ലസ് 1 × 2^-3. ഇവിടെ ചില വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. 2^-1 എന്ന് പറയുന്നത് 0.5 ആണ്. 2^-2 ഈസ് 0.25, 2^-3 ഈസ് 0.125, 2^-4 ഈസ് 0.0625 ആണ്. ഡയറക്റ്റ് ഈ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ ഡയറക്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ 2 സ്ക്വയർ, 1 × 2 സ്ക്വയർ is 4 പ്ലസ് 1 × 2^1 is 2 പ്ലസ് 1 × 2^0 is 1 പ്ലസ് 0 × 2^-, 0 × any number is 0 പ്ലസ് 1 × 2^-2 is 2^-2 is 0.25. So 0.25 plus 2^-3 is 0.125. ജസ്റ്റ് ആഡ് ചെയ്യുക, ആൻസർ 7.375 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. നമ്പർ സിസ്റ്റത്തിൽ അപ്പോൾ എത്ര സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും? 8 സിമ്പിൾസ്. നമ്മളെപ്പോഴും 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 to 7 വരെ 8 ഡിജിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 8 സിമ്പിൾസ് ഉണ്ടാവും. 8 സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി expand 236.8 octal to decimal. 236 ബേസ് 8 octal to decimal കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന വാല്യൂസിന് ആ ബേസ് വാല്യൂസിൻ്റെ പൊസിഷൻ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 എന്ന് പറയുന്നത് 8^0 പൊസിഷനിലാണ്, 3 എന്ന് പറയുന്നത് 8^1 പൊസിഷനിലാണ്, 2 എന്ന് പറയുന്നത് 8 സ്ക്വയർ പൊസിഷനിലാണ്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 8 square plus 3 × 8^1 plus 6 × 8^0. That is equal to 2 × 64 plus 3 × 8 plus 6 × 8^0 is 1, so that is 6 × 1. Then 128 plus 24 plus 6 is 158 is the conversion of 236 base 8 to decimal, that is 158 base 10. ഇവിടെ ഒക്ടലിൽ നമ്മൾ ബിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുന്ന 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് എടുക്കുന്നത്. കാര്യം
2�3 എന്ന് പറയുന്നതാണ് 8. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സിനെ നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് ഫോം ചെയ്ത് എഴുതുന്നത്. ഇപ്പോൾ 000, ഇപ്പോൾ 001 ഇതെല്ലാം ഒക്ടലിലാണ് 3 ഗ്രൂപ്പായിട്ടാണ് ബൈനറി ബിറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഒക്ടലിൽ നമ്മൾ പഠിച്ചപ്പോൾ കൺവേർട്ടിങ് ഡെസിമൽ ഇല്ലാതെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ ഡെസിമൽ ഇട്ടിട്ട് നമ്മളുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. ഇപ്പം നേരത്തെ ചെയ്ത മോഡലിൽ തന്നെയാണ് കൺവേർട്ട് 172.4 ടു ദ ബേസ് 8 ടു ഇറ്റ്സ് ഡെസിമൽ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 172.4 നമ്മൾ കറക്റ്റ് എഴുതുക. അതിൻ്റെ പൊസിഷൻ വാല്യൂ 2 നിന്ന് 8⁻0, 8⁻1, 8 സ്ക്വയർ. ഇവിടെ വരപ്പോൾ 8⁻−1. 8⁻−1 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. ഇത് 0.015625, അതായത് 8⁻². 8⁻−1 വരെയൊക്കെ വരുള്ളൂ, കാര്യം വലിയ നമ്പേഴ്സാണ് വരുന്നത്. ദെൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 172.4 ടു ദ ബേസ് 8 ഡെസിമൽ ഫോം ഈസ് 1 × 8 സ്ക്വയർ പ്ലസ് 7 × 8⁻1 പ്ലസ് 2 × 8⁻0 plus 4 × 8⁻−1. That is 8 square is 64 plus 7 × 8 is 56 plus 2 × 8⁻0 is 2 × 1 plus 4 × 8⁻−1 is 0.125. That is 64 plus 56 plus 2 is 122 plus 4 into 0.125 is 0.5. Answer is 122.5 to the base 10. ഇതാണ് അതിൻ്റെ ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഡെസിമൽ പോയിന്റ് ആയാലും ഇവിടെ നിന്ന് 8 പവർ താഴോട്ടോ, അതായത് ഒക്ടലിൽ നിന്ന് ഡെസിമലോട്ട് കൺവേർഷൻ ആണ്. ബൈനറിയിലാണെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? 2ന്റെ പവർ വെച്ചിട്ടാണ് നമ്മൾ പവർ നെഗറ്റീവ് പവേഴ്സ് പോയത്. ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റം യൂസസ് 16 സിമ്പിൾസ്. ഹെക്സാ മീൻസ് 16 എന്നാണ്. അപ്പോൾ ഇവിടെ 16 സിമ്പിൾസ് യൂസ് ചെയ്യും. 0 തൊട്ട് 15 വരെ അല്ല പോകുന്നത്. നമ്മളിവിടെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരെ അപ്പോൾ 0 തൊട്ട് 9 വരെ എഴുതിയിട്ട് ബാക്കി ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് A to F വരെയാണ് എഴുതുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, then A, B, C, D, E, F. A, B, C, D, E, F എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിലെ കറസ്പോണ്ടിങ് 10, 11, 12, 13, 14 ആൻഡ് 15 ആണ്. അപ്പോൾ ഇവിടെ ഹെക്സാ ഡെസിമൽ അപ്പോൾ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. വിത്ത് ഹെക്സാ ഡെസിമൽ ബിറ്റ്സ് ഗ്രൂപ്പ് ടു 4. അപ്പോൾ ബൈനറി ബിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് എത്ര ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്? 4 ഗ്രൂപ്പ്സ്. ഇപ്പോൾ നമ്മളിവിടെ ഹെക്സാ ഡെസിമലിലെ ബൈനറി കൺവേർഷനിലോട്ട് എഴുതുമ്പോൾ 0 എഴുതുന്നത് 001 എന്നാണ് എഴുതുന്നത്. 000, അതായത് 4 ബിറ്റ്സ് ഗ്രൂപ്പ് ചെയ്താണ് ഹെക്സാ ഡെസിമൽ നമ്മൾ എഴുതുന്നത്. ഇവിടെ 1നെ ആണെങ്കിൽ 0001 എന്ന് എഴുതും. 2നെ ആണെങ്കിൽ 0010. ഇങ്ങനെയാണ് 4 ഗ്രൂപ്പായിട്ട് ബിറ്റ്സിനെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെക്സാ ഡെസിമലിൻ്റെ കൺവേർഷനാണ്, അതായത് ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. 1 to AF 12AF എന്ന് വായിക്കരുത്. കാര്യം ഹെക്സാ ഡെസിമലിൽ നമ്മൾ 0 to 9 വരെ എഴുതിയിട്ട് ബാക്കി ആൽഫബറ്റ്സ് ആണ് എഴുതുന്നത്. സോ 1 to AF ടു ദ ബേസ് 16 ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഇത് യൂണിറ്റ് ഡിജിറ്റ്സ് 10s 100 അങ്ങനെ പോകുന്ന പോലെ ഇവിടെ 16ന്റെ പവർ പൊസിഷൻ വെച്ചിട്ടാണ് എഴുതേണ്ടത്. എഫ് എന്ന് പറഞ്ഞാൽ 16⁻0 പൊസിഷൻ, A is 16⁻1 പൊസിഷൻ, 2 is 16⁻2 പൊസിഷൻ ആൻഡ് 1 is 16⁻3 പൊസിഷൻ. സോ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 16 ക്യൂബ് പ്ലസ് 2 × 16 സ്ക്വയർ പ്ലസ് A × 16⁻1 പ്ലസ് F × 16⁻0. ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്കും എഫിനും കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂസ് അവിടെ കൊടുക്കുക. എയുടെ ഡെസിമൽ വാല്യൂ 10, എഫിൻ്റെ അത് 15 ആണ്. സോ അവിടെ ചെയ്യുമ്പോൾ എക്ക് പകരം 10 എന്നും എഫിന് പകരം 15 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം ചെയ്യാനായിട്ട്. 1 × 16 ക്യൂബ് പ്ലസ് 2 × 16 സ്ക്വയർ പ്ലസ് 10 × 16⁻1 പ്ലസ് 15 × 16⁻0. So 16 cube is 4096 plus 2 into 16 square is 256 plus 10 into 16 is 160 plus 15 into 1. 16⁻0 is 1.
So 4096 plus 512 plus 160 plus 15. So answer എന്ന് പറയുന്നത് 4783 to the base 10. നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ബേസ് 10 ആയിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2D.4. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഡെസിമൽസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വരുന്ന കേസ് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് 2D.4 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 16⁻⁻1. ഡെസിമലിന് ശേഷം വരുന്നത് എല്ലാം പവർ അങ്ങോട്ടാണ് കൂടിക്കൊണ്ട് പോകുന്നത്. റൈറ്റ് സൈഡിലോട്ട് പവർ കൂടിയാണ് പോകുന്നത്. ഇവിടെ 16⁻0 16⁻1 ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? 2 × 16⁻1 പ്ലസ് ഡിയുടെ പൊസിഷൻ വാല്യൂ എത്രയാണ്? എ എന്ന് പറയുന്നത് എക്ക് കറസ്പോണ്ടിങ് 10, ബിക്ക് കറസ്പോണ്ടിങ് 11, സിക്ക് കറസ്പോണ്ടിങ് 12, ഡിക്ക് കറസ്പോണ്ടിങ് 13, ഇക്ക് കറസ്പോണ്ടിങ് 14, എഫിന് കറസ്പോണ്ടിങ് 15. അപ്പോൾ ഡിയുടെ കറസ്പോണ്ടിങ് 13 ആണ് ഡെസിമൽ. സോ ഇവിടെ കൺവേർട്ട് ചെയ്യാം. 13 × 16⁻0 പ്ലസ് 4 × 16⁻1 അല്ലെങ്കിൽ 1/16 എന്ന് എഴുതാം. അപ്പോൾ 2 × 16 is 32 plus 13 × 16⁻0 is 1 plus 4 × 1/16. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1/16 എന്ന് പറയുന്നത് 1/4 ആണ്. ദാറ്റ് ഈസ് 32 plus 13 plus 1/4 is 0.25. So answer is 45.25 to the base 10 ആണ് ആൻസർ വരുന്നത്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, അതേപോലെ നമ്മൾ ഒക്ടൽ ടു ഡെസിമൽ പറഞ്ഞു, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. കാര്യം ചെയ്യപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പൊസിഷൻ വാല്യൂസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി.